ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പി സായിനാഥിൻ്റെ ഒരു ആർട്ടിക്കിളാണെന്ന് പറഞ്ഞു. സാലിബാൻ ദമയന്തി സബർ എന്ന് പറഞ്ഞ ലേഡീനെ കുറിച്ച്. അവർ മറ്റൊരു പേരാണ് സാലിഹ എന്ന് പറഞ്ഞു. അവരൊരു ആദിവാസി, ഒറീസയിലെ ഒരു ആദിവാസി സ്ത്രീയാണ്, ഫ്രീഡം ഫൈറ്ററാണ്. അവരെക്കുറിച്ചാണ് ഒരു ആർട്ടിക്കിൾ പി സായിനാഥിൻ്റെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പി സായിനാഥ് ഒരു ഡെഡിക്കേഷൻ എന്നോണം, ഒരു സമർപ്പണം എന്നോണം അവർക്ക് വേണ്ടി ഒരു കവിതയും കൂടെ എഴുതിയിട്ടുള്ളത് ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു കവിതയാണ് നമ്മളിനി, ആ ഒരു പോവാണ് നമ്മളിനി നോക്കാനായിട്ട് പോണത്. ഫോർ ദമയന്തി സബർ സാലിഹാൻ, വ്യക്തമായിട്ട് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പി സായിനാഥിൻ്റെ ഈ ഒരു പോം ദമയന്തി സബർ, അതായത് സാലിഹാന് വേണ്ടിയിട്ട്. എന്നിട്ട് പറയുകയാണ്, they won't tell you story Salihan and I can't see you making page 3. ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മാധ്യമങ്ങളെയാണ്. അപ്പോൾ പറയുകയാണ്, മാധ്യമങ്ങൾ നിങ്ങളുടെ കഥ ഒരിക്കലും പറയാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ നല്ലൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നിരിക്കാം, പക്ഷേ നിങ്ങളുടെ കഥ ഒരിക്കലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കാനോ പറയാനോ പോകുന്നില്ല. ആൻഡ് ഐ കാൺറ്റ് സീ യു മേക്കിംഗ് പേജ് 3. ഇവിടെ പേജ് 3 എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പറിലെ പേജ് നമ്പർ 3 ആണ്. നോർമലി ന്യൂസ് പേപ്പറിലെ ഈ പേജ് നമ്പർ 3 എന്ന് പറയുന്നത് ഒരുപാട് പ്രശസ്തരെ കുറിച്ചിട്ട് ഉള്ള വാർത്തകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, അങ്ങനത്തെ കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു പേജ് 3 ഇപ്പോഴും ഒരുപാട് പണമുള്ളവരെ, പ്രശസ്തിയുള്ളവരെ, വലിയ വലിയ ആളുകളെ, അപ്പർ ക്ലാസ്സിനൊക്കെ വേണ്ടിയായിരിക്കും. സാലിഹാനെ പറ്റിയുള്ള ഒരു ആദിവാസി ട്രൈബിൽ നിന്നുള്ള ഒരു ലേഡിയെക്കുറിച്ച് ഒരിക്കലും പേജ് 3 ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജ് 3 വരില്ല എന്ന് എനിക്കറിയാം എന്നാണ് ആര് പറയുന്നത്? പി സായിനാഥ് പറയുന്നത്. ദാറ്റ്സ് ഫോർ പെയിൻറ്റഡ് വാട്ട് നോട്ട്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേജ് 3. പിന്നെ പേജ് 3 ആർക്കുള്ളതാ? ന്യൂസ് പേപ്പറിലെ പേജ് 3 ആർക്കുള്ളതാ? ദാറ്റ്സ് ഫോർ ദ പെയിൻറ്റഡ് വാട്ട് നോട്ട്, വലിയ വലിയ സിനിമാക്കാർക്ക്. ദ ലിപ്പോസക്ഷൻ അലോട്ട്, ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾക്ക്, പ്രശസ്തർക്കൊക്കെയാണ്. ദ റെസ്റ്റ് ഫോർ ദ ക്യാപ്റ്റൻസ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ പ്രമുഖരാവാം, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരാവാം. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്യാപ്റ്റൻസിന്, പ്രമുഖർക്കുള്ളതാണ് പേജ് 3. പ്രൈം ടൈം നോട്ട്സ് ഫോർ യു. പേജ് 3 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം ടൈമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങും കാര്യങ്ങളും വരുന്നതാണ്. അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവില്ല സാലിഹാൻ എന്ന് പറയണം. നിങ്ങൾക്ക് ഒരുപാട് കഴിവും കാര്യങ്ങളുള്ള ലേഡിയാണ്, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പലപ്പോഴും താഴ്ത്തപ്പെടുകയാണ്. നിങ്ങൾക്കുള്ളതല്ല ആ ഒരു പേജ് എന്ന് പറയണം. ഇറ്റ് ഈസ് ആൻഡ് ദിസ് ഈസ് ഇൻ ഫണി ഫോർ ദോസ് ഹു മർഡർ ആൻഡ് മെയിം, ഹു ബേൺ ആൻഡ് ഹു ബ്ലെയിം ആൻഡ് സീങ് സെയിൻറ്റ്ലി ദം ഓഫ് ഹാർമണി. അപ്പോൾ എന്താ ഇവിടെ പറയണത്? ഇറ്റ് ഈസ് ഫണി, ഇതൊരു ഫണി അല്ലേ എന്ന് പറയാണ്. ഫോർ ദോസ് ഹു മർഡർ, മർഡറായി ചിലപ്പോൾ കൊലപാതകികളുടെ ന്യൂസ് അവിടെ വന്നേക്കാം. മീൻ ടു ബേൺ ആൻഡ് ഹു ബ്ലെയിം, സ്പീക്ക് സെയിൻറ്റ്ലി, അങ്ങനത്തെ ഇതുകളൊക്കെ വന്നിരിക്കാം. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഫണ്ണി എന്ന് പറയുന്നത് ഇതൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കാണ്ട്. ഫോർ ദോസ് ഹു മർഡർ ആൻഡ് മെയിം, ഹു ബേൺ ആൻഡ് ഹു ബ്ലെയിം ആൻഡ് സ്പീക്ക് സെയിൻറ്റ്ലി. ഇവിടെ ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? ചില പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ചില രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരെന്താ ചെയ്യുക? അവർ മർഡർ ചെയ്യും, ചിലപ്പോൾ കൊലപാതകം ചെയ്യും, കത്തിക്കും, കുറ്റപ്പെടുത്തും. പക്ഷേ ഒരു സെയിൻറ്റിൻ്റെ പോലെയാണ് സംസാരിക്കുക. സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പുരോഹിതൻ്റെ പോലെ, ഒരു സന്യാസിയുടെ പോലെയൊക്കെ സംസാരിക്കും. ഓഫ് ഹാർമണി, എന്തിനെ പറ്റിയിട്ട്? ഹാർമണീനെ പറ്റിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദ ബ്രിഡ്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആരാ? ബ്രിട്ടീഷുകാരിയാണ്. ടോർച്ച്ഡ് യുവർ വില്ലേജ്, നിങ്ങളുടെ വില്ലേജ് പിടിച്ചെടുത്തു. സാലിഹാൻ ചോദിക്കുകയാണ്, അല്ലേ സാലിഹാനെ ബ്രിട്ടീഷുകാർ നിങ്ങളുടെ വില്ലേജ് പിടിച്ചെടുത്തു. സോ മെനി മെൻ ക്യാരിയിങ് ഗൺസ് ദേ കെയിം ബൈ ട്രെയിൻ ബ്രിങ്ങിങ്. ഒരുപാട് പേര്, അവിടെ ഒരുപാട് പേരെന്ന് ഉദ്ദേശിക്കുന്നത് ആര്? ബ്രിട്ടീഷിൻ്റെ പോലീസ്, ആ ഒരു പടയണിയാണ്, പോലീസുകാർ. അവരുടെ കയ്യിലൊക്കെ എന്തുണ്ടായിരുന്നു? തോക്കുകളുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് വന്നത് നിങ്ങളുടെ വില്ലേജിലേക്ക്? ട്രെയിനിലാണ്. ബ്രിങ്ങിങ് ടെറർ, അവർ ആൻഡ് പെയിൻ, അവർ വന്നപ്പോൾ ഒരേപോലെ തന്നെ ഭയവും അതുപോലെ തന്നെ പേടി ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നു, വേദനയൊക്കെ കൊണ്ടുവന്നു. ടിൽ സാനിറ്റി ഇറ്റ് സെൽഫ് വാസ് അണ്ടൺ ദേ ബേൺഡ് ഓൾ ദർ വാസ്. പറ്റാവുന്നത്തോളം അവരെ കത്തിച്ചു. സാലിഹാൻ, അല്ലേ സാലിഹാനെ ചോദിക്കുകയാണ്.
ആഫ്റ്റർ ലൂട്ടിങ് ദ ക്യാഷ്, കൊള്ളയടിച്ചു പണമൊക്കെ, ആൻഡ് ദ ഗ്രെയിൻ, നിങ്ങളുടെ ധാന്യങ്ങളൊക്കെ പറയാണ്. ബ്രൂട്ട്സ് ഓഫ് രാജ്, ആരാണ്? ഇതൊക്കെ ബ്രിട്ടീഷിൻ്റെ പോലീസുകാർ ചെയ്ത എന്താ പറയുക, ബ്രിട്ടീഷ് പോലീസുകാർ ചെയ്ത ക്രൂരതകളാണ് ഇവിടെ പറയുന്നത്. ബ്രൂട്ട്സ് ഓഫ് രാജ്, അവരുടെ ക്രൂരതകൾ. ദേ ലെഡ് എ വയലൻറ്റ് ചാർജ്, പാവങ്ങളായിട്ടുള്ള ആ ഒരു വില്ലേജിലെ സാലിഹാൻ്റെ വില്ലേജിലെ ആളുകളെയൊക്കെ അടിച്ചമർത്തുകയാണ്. ബട്ട് യു ഫേസ്ഡ് ദം വിത്ത് ടോട്ടൽ ഡിസ്റ്റെയിൻ, പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? ഇവിടെ യു എന്ന് പറയുന്നത് ആരാണ്? ആ സാലിഹാനിയാണ്. ദമയന്തിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. സാലിഹാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്തു എന്ന് പറയണത്? വിത്ത് ടോട്ടൽ ഡിസ്റ്റെയിൻ, ഫുൾ ശക്തിയോടുകൂടെ, ധൈര്യത്തോടുകൂടെ. യു സ്ട്രോഡ് ഡൗൺ ദ സ്ട്രീറ്റ് ടുവേർഡ്സ് ഹിം, ആ ഒരു പോലീസുകാരനെ അടിച്ചോടിപ്പിച്ചു ആ തെരുവിലൂടെ. യു ഫേസ്ഡ് ദാറ്റ് മാൻ വിത്ത് ദ ഗൺ, ഒരു തോക്കിൻ്റെ അല്ലെങ്കിൽ ലാത്തി വെച്ച് തന്നെ നിങ്ങൾ അയാളെ നേരിട്ടു. ഇൻ സാലിഹ, നിങ്ങളുടെ വില്ലേജിൻ്റെ പേരെന്താ? സാലിഹ. ദേ സ്റ്റിൽ ടെൽ ദ സ്റ്റോറി, നിങ്ങളുടെ ഈ ഒരു വില്ലേജിലെ ആളുകൾ മാത്രം ഈ ഒരു കഥ പറയുന്നുണ്ട്. ഓഫ് ദ ബാറ്റിൽ യു ഫോട്ട്, നിങ്ങൾ നയിച്ച നിങ്ങളുടെ ബാറ്റിലിനെ കുറിച്ചിട്ട്. ആൻഡ് യു വോൺ, നിങ്ങൾ തന്നെ അതിൽ ജയിച്ചു, കാരണം നിങ്ങൾ അയാളെ തല്ലി ഓടിപ്പിച്ചു. യുവർ കിൻ ലേ ബ്ലീഡിങ് അറൗണ്ട് യു യുവർ ഫാദർ. യുവർ കിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ രക്തം, അതായത് അച്ഛൻ അവിടെ എന്താ ചെയ്യുന്നത്? അച്ഛൻ ഈ ഒരു പട്ടാളക്കാരുടെ അടിയേറ്റ് മുറിവ് ബ്ലീഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് ഇൻ ഹീസ് ലെഗ്, കാലിൽ വെടീൻ്റെ ഒരു ബുള്ളറ്റും അച്ഛൻ്റെ ലെഗിലുണ്ട്. സ്റ്റിൽ യു സ്റ്റുഡ് ടോൾ, എന്നിട്ടും നിങ്ങൾ പതറിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഡ്രോ ദോസ് ബ്രിഡ്സ് ടു ദ വാൾ, ആ ബ്രിട്ടീഷുകാരെയൊക്കെ ഓടിപ്പിച്ചു. ഫോർ യു വെൻറ്റ് ദർ ടു ഫൈറ്റ്, അവിടെ നിങ്ങൾ പോയത് എന്തിനാ? ഫൈറ്റ് ചെയ്യാനാണ്, പൊരുതാനാണ്. നോട്ട് ടു ബെഗ്, യാചിക്കാനായിട്ട് അല്ല. ഇപ്പോൾ ഈ വരികളിലൊക്കെ സാലിഹാൻ്റെ ബ്രേവറി, സാലിഹാൻ്റെ ധൈര്യം, കറേജ്, ധീരത, അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. യു സ്ട്രക്ക് ദാറ്റ് ഓഫീസർ, നിങ്ങൾ ആ ഓഫീസറിനെ അടിച്ചു വീഴ്ത്തി. സാലിഹാൻ ഇല്ലേ ചോദിക്കുകയാണ്. ആൻഡ് ട്രാഷ്ഡ് ഹിം ബിഫോർ ഹീ കുഡ് മൂവ്, വലിച്ചഴക്കുകയാണ്. വെൻ ഹി ഫൈനലി ഡിഡ് ഹി ലിംബ്ഡ് ആൻഡ് ഹി ഹിഡ്, അങ്ങനെ അവസാനം അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അയാൾ ലിംബ്ഡായിരുന്നു, മുടന്തിയിട്ടായിരുന്നു. സീക്കിങ് റെഫ്യൂജി, രക്ഷപ്പെട്ട് എന്നോണം അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ആ പോലീസുകാരൻ ചെയ്തത്, ആ ബ്രിട്ടീഷുകാരൻ ചെയ്തത്. റെഫ്യൂജ്, എന്തോ ഒരു എന്താ പറയുക, രക്ഷപ്പെടാൻ ഒരു ആശ്വാസം എന്നോണം അയാൾ ഓടുകയാണ് ചെയ്യുന്നത്. ആരിൽ നിന്നാണ് അയാൾക്ക് രക്ഷപ്പെടൽ വേണ്ടത്? ഫ്രം 16 ഇയർ ഓൾഡ് യു, അന്ന് വെറും 16 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന നിന്നിൽ നിന്നാണ് അയാൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത്. 40 ഗേൾസ് എഗെയിൻസ്റ്റ് ദ രാജ്, അന്ന് അവൾ മാത്രമല്ല ബാക്കി 40 സ്ത്രീകളും കൂടെ, 40 പെൺകുട്ടികളും കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. സാലിഹാൻ ആൻഡ് സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ, അന്ന് നീ എങ്ങനെയായിരുന്നു? സ്ട്രോങ്ങും ശക്തയും ബ്യൂട്ടിഫുൾ സുന്ദരിയുമായിരുന്നു. ടു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്ന് നീ അങ്ങനെ ആയിരുന്നില്ലേ സാലിഹ എന്ന് ചോദിക്കുകയാണ്. നൗ യു ആർ ഷ്രങ്ക്, പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് നീ എന്താണ്? ഒരുപാട് ക്ഷീണിച്ചു, ഒരുപാട് ശക്തിയൊന്നും ഇല്ലാതായി. ആൻഡ് യു ആർ ഗ്രേ, മുടിയൊക്കെ നരച്ചു, ഒരുപാട് പ്രായമായി. യുവർ ബോഡി വിതേഴ്സ് എവേ, നിങ്ങളുടെ ശരീരമൊക്കെ വളരെയധികം തളർന്നു. ബട്ട് ദർ ഇസ് എ സ്പാർക്ക് ഇൻ ദോസ് ഐസ് ദാറ്റ് സ്റ്റിൽ ഇൻ യു, പക്ഷെ അന്നുണ്ടായിരുന്ന നിങ്ങളുടെ കണ്ണുകളിൽ ആ ഒരു സ്പാർക്ക്, തീപ്പൊരി ഇപ്പോഴും നിങ്ങളുടെ കണ്ണുകളിൽ അവശേഷിക്കുന്നുണ്ട്. ദോസ് ഹൂ ടൊഡൈഡ് ദ രാജ് സാലിഹാൻ, നീ ദോസ് ഹൂ ടൊഡൈഡ് ദ രാജ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തവർ. ദേ റൂൾ യുവർ പുവർ വില്ലേജ് ടുഡേ, അന്ന് ബ്രിട്ടീഷുകാരെ ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്ത ചില ജന്മികളുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിൽ, അവരല്ലേ ഇന്ന് നിങ്ങളുടെ ഗ്രാമം ഭരിക്കുന്നത് സാലിഹാനെ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ബിൽഡ് ടെമ്പിൾസ് ഓഫ് സ്റ്റോൺസ്, അവരെന്താ ചെയ്തത്? വലിയ വലിയ അമ്പലങ്ങൾ പണിതു കല്ലിൻ്റെ. ഉദ്ദേശിക്കുന്നത് എന്താ? അവർക്ക് വേണ്ടി തന്നെ പണങ്ങ ഉണ്ടാക്കി, അവരവരുടെ വീടും മാളികകളൊക്കെ പണിത് ഉണ്ടാക്കി. ബട്ട് ദേ വിൽ നെവർ അലോൺ ഫോർ ബാറ്ററിങ് അവർ ഫ്രീഡം എവേ, പക്ഷെ അവർ വിചാരിച്ചാൽ മാത്രം ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമായിരുന്നോ? ഇല്ല. അതിൽ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പാവപ്പെട്ടവരുടെ കഠിനാധ്വാനമുണ്ട്, പക്ഷെ അതെല്ലാവരും മറന്നു. യു ഡൈ ആസ് യു ലീവ്ഡ്, ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ജന്മികൾ ഇന്നൊരുപാട് പണക്കാരായി. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് നിന്നവർ ഇന്നിപ്പോൾ മാളികകളൊക്കെ.
പക്ഷേ ഈ ഫ്രീഡം സ്ട്രഗിളിലൊക്കെ പങ്കെടുത്ത സാലിഹാനെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്താ? പണ്ടത്തെ പോലെ തന്നെയാണ്. യു ഡൈ ആസ് യു ലിവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവളായിട്ട് തന്നെ ജനിച്ചു, പാവപ്പെട്ടവളായിട്ട് തന്നെ മരിക്കാനായിട്ട് പോവാണ്. സാലിഹാൻ ഹംഗ്രി വിത്ത് ലിറ്റിൽ ടു ഈറ്റ്, ദാരിദ്ര്യം പോലും ഉണ്ട്, വേണ്ട രീതിയിൽ ഭക്ഷണം പോലും കിട്ടാനില്ല എന്ന് പറയണം. ഓക്കെ, ഇൻ ഹിസ്റ്ററീസ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ യുവർ മെമ്മറി, നിന്റെ ഓർമ്മകൾ, ഇറ്റ് ഫെയ്ഡ്സ്, ഒരു പക്ഷെ മറവിയിലേക്ക് പോകാം. ലൈക്ക് റായ്പൂർ ജയിൽസ് റോസ്റ്റർ ഷീറ്റ്, പലതും മറന്നു പോവാം. പ്രായമാകുമ്പോൾ പല ചരിത്രങ്ങൾ പലതും മറന്നു പോവാം. ഹാഡ് ഐ ബട്ട് യു ഹേർഡ് സാലിഹാൻ, വാട്ട് സക്സസ് വുഡ് ഐ ദെൻ നോട്ട് സീ ദോ ദാറ്റ് ബാറ്റിൽ ഇറ്റ് സെൽഫ് വാസ് നോട്ട് ഫോർ യുവർ സെൽഫ് ബട്ട് ദാറ്റ് അതേഴ്സ് മൈറ്റ് ഓൾസോ ബി ഫ്രീ. അപ്പം എന്താണ് പറയുന്നത്? ചരിത്രത്തിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പലതും പ്രായമായതുകൊണ്ടും പലതും മറന്നു പോവാം. ഹാഡ് ഐ ബട്ട് യു ഹേർഡ് സാലിഹാൻ, വാട്ട് സക്സസ് വുഡ് ഐ ദെൻ നോട്ട് സീ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇതിൽ സക്സസ്സിൽ വിജയം ഞാൻ കാണുന്നുണ്ട്. ദോ ദാറ്റ് ബാറ്റിൽ ഇസ് സെൽഫ്, കാരണം നിങ്ങളുടെ പേര് ഓർക്കാൻ ആ ഒറ്റ ബാറ്റിൽ മതി. വാസ് നോട്ട് ഫോർ യുവർ സെൽഫ്, കാരണം നിങ്ങളന്ന് പോരാടിയത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ ആർക്കൊക്കെ വേണ്ടിയാണ്? ബട്ട് ദാറ്റ് അതേഴ്സ് മൈറ്റ് ഓൾസോ ബി ഫ്രീ, മറ്റുള്ളവരും കൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, അവരും കൂടെ ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് നിങ്ങൾ ഫോട്ട് ചെയ്തത്. അവർ ചിൽഡ്രൻ ഷുഡ് നോ യു, അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയണം സാലിഹാൻ എന്ന് പറയണം. ചരിത്രങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ ഹിസ്റ്ററിയിൽ ഷെയ്ഡുകൾ പലതും മറന്നു പോവും. ഇപ്പോൾ റായ്പൂരിൽ ജയിലിൽ നിങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ. ബട്ട് ഹാഡ് ഐ ബട്ട് യു ആർ ഹേർട്ട് സാലിഹാൻ, പക്ഷെ നിൻ്റെ ഹൃദയം എല്ലാവരും അറിഞ്ഞിരിക്കണം. നീ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് പോരാടിയത്, നിനക്ക് കൂടി വേണ്ടി മാത്രമല്ല. നിൻ്റെ ആ ബാറ്റിൽ സക്സസ് ആവുകയും ചെയ്തു, അതുകൊണ്ട് കുട്ടികളെങ്കിലും നിന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കണം സാലിഹാൻ എന്ന് പറയാണ്. ബട്ട് വാട്ട് ഈസ് യുവർ ക്ലെയിം ടു ഫെയിം, നിൻ്റെ പേരും പ്രശസ്തിയും പറയാണ്. നോ റാം ഡിഡ് യു ഗ്ലൈഡ്, നോ ക്രൗൺ വിയർ വിത്ത് പ്രൈഡ്. ഇതൊക്കെ ചെയ്തിട്ടും നിനക്ക് ഒരു പേരോ ഒന്നും കിട്ടിയില്ല, ഒരു ക്രൗൺ, ഒരു തലക്കെട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കിരീടോ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് പറയാണ്. ഒന്നിൻ്റെ അഹങ്കാരവും നിനക്ക് ഇല്ല എന്ന് പറയണം. നോർ ലെൻഡ് പെപ്സി ആൻഡ് കോക്ക് യുവർ നെയിം ടു സ്പീക്ക് ടു മീ സാലിഹാൻ. അപ്പോൾ എന്താ പറയണത്? ഒരു പെപ്സി കമ്പനിയും ഒരു പെപ്സിയുടെ കമ്പനി അല്ലെങ്കിൽ കൊക്കോളയുടെ കമ്പനിയും ഒന്നും നിൻ്റെ പേരിനെ പറ്റി പറയുന്നില്ല, അവരൊന്നും നിനക്ക് ആഡിന് ക്ഷണിക്കുന്നൊന്നുമില്ല. ഫോർ എൻഡ്ലെസ് ആൻഡ് അവർ ആസ് യു പ്ലീസ് ദിസ് ഹാക്ക്, വെൻ വി പാർട്ട് വോൺസ് ടു റൈറ്റ് ഓഫ് യുവർ ഹാർട്ട്, നോട്ട് റൊമാൻസ് ഇന്ത്യാസ് ക്യാപ്റ്റൻസ് ഓഫ് സ്ലീസ്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളെപ്പറ്റി അറിയണം. ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റൻ, ഇതിനെ പറ്റിയിട്ട് നിന്നെ പറ്റിയിട്ട് എനിക്ക് എഴുതണം എന്ന് പറയാണ് സായിനാഥ്. ഓക്കെ, നോർ ലെൻഡ് പെപ്സി ആൻഡ് കോക്ക് യുവർ നെയിം, ഇവരൊന്നും നിൻ്റെ പേര് നിൻ്റെ ഒരു ആഡ് പോലെ കൊടുത്തില്ലെങ്കിലും ടു സ്പീക്ക് ടു മീ സാലിഹാൻ, ഫോർ എൻഡ്ലെസ് ആൻഡ് അവർ ആസ് യു പ്ലീസ് ദിസ് ഹാക്ക്, വെൻ വി പാർട്ട് വോൺസ് ടു റൈറ്റ് ഓഫ് യുവർ ഹാർട്ട്, നിൻ്റെ ഹൃദയം നിൻ്റെ കാര്യങ്ങളും എനിക്ക് എഴുതണം. നോട്ട് റൊമാൻസ്, ഒരു റൊമാൻസ് എന്നൊന്നല്ല, ഇന്ത്യാസ് ക്യാപ്റ്റൻസ് ഓഫ് സ്ലീവ്, അപ്പോൾ എനിക്ക് എഴുതണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു പോയം നോക്കുക, വേറെ ഒന്നുമില്ല, സാലിഹാൻ്റെ കറേജിനെ പറ്റിയിട്ട് പി സായിനാഥ് പുകഴ്ത്തുന്നൊരു പോയമാണത്. അവരെത്രത്തോളം വലിയൊരു കാര്യമാണ് ചെയ്തത്, പക്ഷെ പലരും അവരെ മറന്നുപോയി. അപ്പോൾ അവിടെ സായിനാഥ് ഒന്നുകൂടെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഇങ്ങനൊരു ലേഡി ഉണ്ടായിരുന്നു, അവരെ കറേജ് അതിശക്തമായിരുന്നു എന്ന് കാണിച്ചു തരാനുള്ളൊരു പോവാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. താങ്ക് യു.